അങ്ങനെ വയനാട് വ്ളോഗിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് വന്നിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ദിവസം മെയിൻ സ്ഥലത്തേക്കാണ് പോയിക്കുന്നത്. കാരണം വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് അവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് കുറേ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായില്ലോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ സെക്കൻഡ് ഡേ പോയത്. അപ്പോൾ ഇഷ്ടം പോലെ വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ മോഡലാണ് പണിതേക്കണം. പക്ഷേ ആൾക്കാർ താമസിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു വീട്ടിലാണ് നമുക്കിങ്ങനെ വിസിറ്റ് അങ്ങനെയൊക്കെയാണ് മോഡൽ ചെയ്തേക്കണം നോക്കാൻ വേണ്ടി തന്നായിരുന്നു. ഫസ്റ്റ് ഒരു വലിയൊരു ഹാളാണ്, പിന്നെ 2 റൂമാണ് അവർ പറഞ്ഞേക്കണം. ഇതാണ് ഒന്നാമത്തെ റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പുറത്തുനിന്ന് വരെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 യൂറോപ്പ് ആൾക്കാർ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ട വയനാടിക്ക് വരണം. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു. ഇത് 2ാമത്തെ ബാത്റൂം, ഇത് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഇതാണ് ഹാള്, ഇത് കിച്ചൺ ഏരിയ. പുറത്ത് ഒരു മറ്റേ അടുപ്പൊക്കെ വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസ് കൂടി പണിതിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ 2ാമത്തെ സ്ഥലം പോയേക്കണത് നമ്മൾ ബാനാസുര ഡാമിക്കാണ്. അതിൽ ടിക്കറ്റ് റേറ്റൊക്കെ ഒരാൾക്ക് എൻ്റെ ഓർമ്മയിൽ 40 രൂപയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഒരു പോയിന്റിൽ നിന്ന് മെയിൻ പോയിന്റിലേക്ക് എത്താൻ ഭയങ്കര ദൂരമുണ്ട്, 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രാവലറിലാണ് പോയത് മെയിൻ പോയിന്റിലേക്ക് എത്താൻ. അങ്ങനെ ബാനാസുര ഡാം ഇതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഡാമൊന്നും തുറന്നിട്ടില്ല, കാരണം അത്രയും ചൂടല്ല. ഇത് മറ്റേ മഴക്കാലത്താണല്ലോ ഡാമൊക്കെ തുറക്കാം. അങ്ങനെ അവിടെ നിന്ന് 5-6 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് ബാനാസുര ഡാം ഏഷ്യയിലെ 2nd ലാർജസ്റ്റ് ഡാമാണ്. പിന്നെ ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഡാമിൻ്റെ. ഇപ്പോൾ ഷട്ടറൊന്നും തുറക്കാത്ത കാരണം അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ബാനാസുര ഡാമിൻ്റെ വേറൊരു ഭാഗമാണിത്. കാരണം അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് കാണാൻ പോണ വഴിക്കായിരുന്നു ഇങ്ങനൊരു കാഴ്ച കണ്ടത്. അതപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു. പിന്നെ ഞങ്ങൾ പിന്നെ 3ാമത് പോയ സ്ഥലമാണ് കർലാട് ലേക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. കാരണം ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ തന്നു. പിന്നെ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ നൊസ്റ്റാൾജിയ ഫീൽ തരാൻ കാരണം ഇവിടുത്തെ ഈ ആമ്പലാണ് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ തന്നത്. എനിക്കിതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് എനിക്ക് ഒട്ടും മതിയായിണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞെടുക്കണം, വേറെ ഒരു മൂലയിൽ നിന്ന് എടുക്കണം. എനിക്കെന്തോ ഈ ആമ്പലിൻ്റെ വീഡിയോസ് എടുത്തിട്ട് എനിക്ക് മതിയായിണ്ടായില്ല. അത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണണം. പിന്നെ അത്യാവശ്യം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി. അതൊന്നും ഇതിൽ കാണിക്കണില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്. അങ്ങനെ പോണ വഴിയാണ്. ഈ കുരങ്ങന്മാരെ പേടിച്ചുകൊണ്ട് ഞാനും അമ്മയും അങ്ങനെ അധികം ഇറങ്ങിയില്ല. പിന്നെ കുരങ്ങന്മാരില്ലാത്ത സ്ഥലം നോക്കിയാണ് ഞങ്ങൾ ഇങ്ങനെ അച്ഛൻ്റെ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴും കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേടി ഈ ഫോൺ വല്ലവരും എടുത്തുകൊണ്ട് പോകാൻ, എന്നെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, ഫോൺ എടുത്തുകൊണ്ട് പോകുമെന്നായിരുന്നു എൻ്റെ പേടി. അങ്ങനെ ഞങ്ങളുടെ ഒരു പഴം തട്ടുകൊണ്ട് പോണ ഒരു കാഴ്ചയാണ് കേട്ടോ അത്. അപ്പൊ നമ്മള് വയനാട് നിന്ന് ഇറങ്ങി വരാൻ കേട്ടോ. അപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കാം. 4ാമത്തെ അപ്പൊ നമ്മള് വയനാട്ടില് അത്യാവശ്യം നമ്മൾ കാണാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞ ബാബ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അമ്മയുടെ എല്ലാ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.